നമസ്കാരം. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിൽ മരണസംഖ്യ 2000 കടന്നിരിക്കുന്ന ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം ഹൂബിയെ പ്രവിശ്യയിൽ 132 പേരാണ് മരിച്ചത്. ഇതോടെയാണ് മരണസംഖ്യ 2000 കടന്നത്. അതേസമയം ഹൂബിയെ പ്രവിശ്യയിൽ 1693 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതായി ഹെൽത്ത് കമ്മീഷൻ അറിയിച്ചത്. ഇതോടുകൂടി ചൈനയിൽ മാത്രം കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 74,000 കടന്നിരിക്കുന്നു. കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാൻ നഗരത്തിൽ ഇനിയും അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുവാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു. C-17 എന്ന സൈനിക വിമാനം ഫെബ്രുവരി 20-ാം തീയതി ഇന്ത്യ വുഹാനിലേക്ക് അയക്കും. ചൈനയിലേക്കുള്ള മരുന്നുകൾ അടക്കമുള്ളവയും ഈ വിമാനത്തിൽ അയക്കുമെന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് പറയുന്നത്. വ്യോമസേനയുടെ കൈവശമുള്ള ഏറ്റവും വലിയ സൈനിക വിമാനമാണ് C-17 ഗ്ലോബൽ മാസ്റ്റർ. വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ 2 വിമാനങ്ങൾ അയച്ച് 640 ഇന്ത്യക്കാരെ നേരത്തെ ചൈനയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ മരുന്നുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ചൈനയിലേക്ക് അയക്കുമെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് തെളിയിക്കാനായി ഇപ്പോൾ C-17 എന്ന വിമാനത്തിൽ ഈ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ചൈനയ്ക്ക് സഹായ വാഗ്ദാനം നൽകിയതിനും ആ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനും ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചൈനീസ് സ്ഥാനപതി രംഗത്തെത്തിയതും വലിയ വാർത്തയായിരുന്നു. വുഹാൻ നഗരം ഉൾപ്പെടുന്ന ഹൂബെ പ്രവിശ്യയിലുള്ള ആർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം അന്ന് അറിയിക്കുകയും ചെയ്തു. അതിനിടെ ചൈനയിൽ വൈറസ് ബാധയെ തുടർന്നുള്ള മരണസംഖ്യ ഓരോ നിമിഷവും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇതുവരെ 74,000-ഓളം പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചെന്ന് പറയുമ്പോൾ തന്നെ അതിലുള്ള എത്ര വലിയ സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം ഒരു സാഹചര്യത്തിൽ വൈറസ് ബാധ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ഒഴിപ്പിക്കുവാനായി കേന്ദ്രം തയ്യാറെടുക്കുന്നത്. കൊറോണ വൈറസ് പടർന്ന് ചൈനയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള എയർ ഇന്ത്യയുടെ ആദ്യ 2 വിമാനത്തിൽ 40 മലയാളികളാണ് ഉണ്ടായിരുന്നതെന്നാണ് വ്യക്തമാകുന്നത്. വിദേശ മന്ത്രാലയം പ്രവർത്തനങ്ങൾ അന്ന് ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. 2 എയർ ഇന്ത്യ വിമാനങ്ങളാണ് ഇന്ത്യ അന്ന് ചൈനയിലേക്ക് അയച്ചത്. നാട്ടിലെത്തിയാൽ ഇന്ത്യക്കാരെ നിരീക്ഷിക്കുവാൻ സൈനിക കേന്ദ്രത്തിൽ പ്രത്യേക കേന്ദ്രങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഹരിയാനയിലെ മാനസറിലാണ് അന്ന് ഈ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിരുന്നത്. രോഗം സ്ഥിരീകരിക്കുന്നവരെ ഡൽഹി എയിംസിലേക്ക് അന്ന് മാറ്റുമെന്നും അറിയിച്ചിരുന്നു. 300-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ചൈനയിലെ വുഹാൻ നഗരത്തിൽ നിന്ന് അന്ന് എത്തിയത്. ഇവരെ കൊണ്ടുവരാനായി പ്രത്യേക വിമാനമാണ് പുറപ്പെട്ടത്. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിൽ തന്നെ മരണസംഖ്യ 2000 കടന്നു തന്നെയാണ് വീണ്ടും ആശങ്കകൾക്ക് ഒരു പരിധിവരെ ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം ഹൂബെ പ്രവിശ്യയിൽ 132 പേർ മരിച്ചു. ഇതോടെയാണ് മരണസംഖ്യ 2000 കടന്നത്. അതേസമയം ഹൂബെ പ്രവിശ്യയിൽ 1693 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതും ആശങ്ക ഉളവാക്കുന്നു. ഹെൽത്ത് കമ്മീഷനാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതോടുകൂടി ചൈനയിൽ മാത്രം കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം അങ്ങനെ 75,000-ഓളം ആയിരിക്കുന്നു. പ്രധാനമായും ഹൂബെ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡിസംബറിൽ കൊറോണ വൈറസ് ആദ്യമായി സ്ഥിരീകരിച്ചത് ഹൂബെ പ്രവിശ്യയിൽ തന്നെയായിരുന്നു. അതേസമയം ഹൂബെയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പുതിയ കേസുകൾ ഈ ആഴ്ചയിലെ ഏറ്റവും കുറവ് നമ്പറാണെന്ന പ്രത്യേകതയുമുണ്ട്. ചൈനയിലെ ആരോഗ്യ വിദഗ്ധർ നടത്തിയ പഠനത്തിൽ 80%-ഓളം പേരിലും തീവ്രത കുറഞ്ഞ രീതിയിലാണ് വൈറസ് ബാധ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതിനിടെ വുഹാനുള്ള യൂചാങ് ആശുപത്രിയുടെ ഡയറക്ടറായ ലിയു ജിമ്മിങ് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മരിച്ചതും വലിയ വാർത്തയാണ്. ജിമ്മിനെ രക്ഷിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം വിഫലമാവുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സാക്ഷ്യം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.